ഇഞ്ചിപ്പെണ്ണിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഓടിപ്പോയി ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിലാവശ്യത്തിനുള്ള കഷ്ണങ്ങളൊന്നുമില്ല. എങ്കിലും നമ്മൾ വിചാരിച്ചതല്ലേ, അപ്പം നമുക്കൊരു അവിയൽ ഉണ്ടാക്കാം എന്ന് കരുതി കിട്ടിയ കഷ്ണങ്ങളെല്ലാം കൂടി എടുത്ത് ഒരു അവിയലിന് പരുവത്തിലൊക്കെ നുറുക്കിയെടുത്ത്. അങ്ങനെയാണ് ഈ ബീട്രൂട്ടൊക്കെ ഈ അവിയലിൽ വന്നത്. ബീട്രൂട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിയൽ നല്ല ചുമ എന്നിരിക്കും എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി കൂട്ടി അതിൽ മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചു. കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ, അടി പിടിക്കും. അപ്പോൾ അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, അതിലേക്ക് കുറച്ച് കാന്താരി മുളകും കുഞ്ഞുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ചതച്ചെടുക്കുക. അരപ്പ് എന്നാണ് ഞാൻ പറഞ്ഞതെങ്കിലും ചതച്ചാണ് എടുക്കേണ്ടത്. പിന്നെ പുളി ഒഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട്, നമ്മൾ മലപ്പുറംകാരായതുകൊണ്ടും നമ്മൾ തൈര് ഒഴിച്ചിട്ടാണ് അവിയൽ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ തൈര് ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അവിയൽ നല്ല ചുമന്നിരിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ അടിപൊളിയാണ്.